ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 904 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. വിശദാംശങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, ഗുഡ് മോർണിംഗ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്, എല്ലാവരും കാത്തിരുന്ന ദിവസം. ഇന്നുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു രൂപത്തിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ വരുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടം, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘട്ടമാണ്. 7ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 57 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇതിൽ 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഉൾപ്പെടുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ വാരണാസി തന്നെയാണ്. വാരണാസി ഉൾപ്പെടെയുള്ള 904 സ്ഥാനാർത്ഥികളാണ് വാരണാസിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നു. അതുപോലെ 904 സ്ഥാനാർത്ഥികളാണ് മൊത്തം ഈ മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ സംബന്ധിച്ച് വലിയ തരത്തിൽ പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞതിൻ്റെ ആശങ്ക BJPക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഈ അവസാന ഘട്ടം. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ട്. അതുമാത്രമല്ല, ഡ്രോൺ സർവൈലൻസ് അടക്കമുള്ള ക്രമീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകളിൽ സജ്ജമായിട്ടുള്ളത്. 1,00,000-ലധികം പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അതോടൊപ്പം 10.06 കോടി വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താനായി ഓരോ പോളിംഗ് ബൂത്തിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ പ്രചരണങ്ങളൊക്കെ തന്നെ മുന്നേറുന്നുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി വലിയ ആവേശത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതേസമയം നമുക്കറിയാം, പ്രചരണമൊക്കെ അവസാനിക്കുമ്പോഴും വേറൊരു മോദി ഷോയ്ക്ക് കൂടി മാധ്യമങ്ങളും നമ്മളെല്ലാം തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. മോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വീഡിയോകളൊക്കെ പുറത്തു വരുമ്പോൾ കാണാം. 28 സെക്കൻഡ് വീഡിയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് 9 ക്യാമറ ആംഗിളുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും മാധ്യമ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി. കഴിഞ്ഞ തവണയും, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേദാർനാഥിൽ മോദിയുടെ ഇത്തരത്തിലുള്ളൊരു ധ്യാനവും അത് സംബന്ധിച്ച ഷോകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ വീണ്ടും ഈ അവസാന ഘട്ടത്തിലും തുടരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ പരാതി പോയ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. മോദിയുടെ ധ്യാനത്തെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കാനാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മറുപടി നൽകിയത്. എന്നിരുന്നാലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ ഒരു വെറും ധ്യാനമായി കാണാൻ കഴിയില്ല, രാഷ്ട്രീയ ധ്യാനമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. മത്സരരംഗത്ത് അല്ലെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം നഷ്ടമാകുമെന്ന പരാജയ ഭീതി കൂടി BJPക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വിധി എഴുതുന്നത് പഞ്ചാബ് ഉൾപ്പെടെയുള്ള പഞ്ചാബിൽ അടക്കം 13 മണ്ഡലങ്ങളുണ്ട്. ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് 9 മണ്ഡലങ്ങൾ, അതായത് പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. പഞ്ചാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള കർഷക രോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJP സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. സ്ഥാനാർത്ഥികളുടെ വീടുകൾ വളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കർഷകർ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള കർഷക രോഷം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളും BJPയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. മോദിയെ താഴെ ഇറക്കി അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ തുടരുന്നത്. പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. കാരണം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഘട്ടത്തിൽ, അതായത് 6ാം ഘട്ടത്തിലെ പോളിംഗ് തുടക്കം തന്നെ വലിയ ഭേദപ്പെട്ട പോളിംഗിലേക്കൊക്കെ പോയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വളരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പ്രത്യേകിച്ചും കനത്ത ചൂട് ദില്ലിയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, കെജ്രിവാൾ അടക്കമുള്ള പ്രചാരകരുടെയൊക്കെ ഒരു സ്വാധീനം ഇന്ത്യ മുന്നണിക്ക് വലിയ തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയും വോട്ടിൽ പ്രതിഫലിക്കൂ എന്നുകൂടി നോക്കിക്കാണണം പ്രിയ.
സ്വാതി, ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ 19 ആരംഭിച്ച വോട്ടെടുപ്പാണ് അതിപ്പോൾ 7ാം ഘട്ടത്തിലെത്തി. ജൂൺ 1 ഇന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ തികഞ്ഞ പ്രതീക്ഷയിൽ മുൻപോട്ട് പോകുന്നു. പ്രധാന നേതാക്കളെയൊക്കെ ഇറക്കി പ്രചാരണം നടത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ആ ഒരു പ്രതീക്ഷ, മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ഈ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്, വിമർശനങ്ങൾ വരുന്നു സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾക്കെതിരെയും പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒക്കെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായും മുന്നണികളുടെ ഭാഗത്തു നിന്നും, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും വലിയ ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് പറഞ്ഞ് ആദ്യം 400 സീറ്റുകൾ പിടിക്കുമെന്ന് പ്രചരണം നടത്തിയ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, നരേന്ദ്രമോദി അടക്കം അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ വിവിധ പ്രചരണ പരിപാടികളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ടാണ് ഉറപ്പ് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. 400 സീറ്റ് എന്തായാലും തികയ്ക്കാൻ കഴിയും, 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ആദ്യഘട്ട ങ്ങളിലെ പ്രചരണങ്ങളിൽ ഉടനീളം ഇവർ ഉന്നയിച്ചിരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ 6 ഘട്ടം കഴിയുമ്പോഴും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ്, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമികളിൽ BJPക്ക് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പോളിംഗ് ശതമാനം വലിയ തരത്തിൽ കുറയുന്നു. അവർ ഉപയോഗിച്ച ഒരു പ്രചരണ തന്ത്രങ്ങളും ഏൽക്കാതെ വന്ന ഒരു സാഹചര്യത്തിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ്, BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അവിടേക്കൊന്നും വിചാരിച്ച പോലെ വോട്ടർമാരെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആശങ്കയൊക്കെ BJPക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 400 സീറ്റിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ള പ്രചാരണം കഴിഞ്ഞ ഘട്ടത്തിന് ശേഷം ഉപയോഗിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യ മുന്നണി ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുന്നു. ഉറപ്പായും സീറ്റ് പിടിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും, ആരായിരിക്കും പ്രധാനമന്ത്രി എന്നതടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രിയ.